പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ കർത്താവായ ഈശോ എളിദാസിനെ അനുവദിച്ചതോർത്ത് യേശു എന്ന രാജാവെ അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സംഭവിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലോക വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാലഘട്ടം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് വ്യക്തമായി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഡേറ്റുകൾ അടക്കം യേശുവിൻ്റെ വരവിനെ പറ്റിയുള്ള ക്ലാസ് തന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരുക്കം ധാരാളം ആൾക്കാർ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് ബദറെ എന്ന് ചോദിച്ചിരുന്നു. അത് ഒരു യേശുവിൻ്റെ വരവ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മീയമായിട്ട്, മാനസികമായിട്ട്, ശാരീരികമായിട്ട് എങ്ങനെ ഒരുങ്ങണമെന്നുള്ളതിനെ പറ്റി വ്യക്തമായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ തന്നിരുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഏതാണ്? ഒന്ന്, ലണ്ടനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, നേഴ്സിംഗ് പഠന വിദ്യാഭ്യാസം, ITI വിദ്യാഭ്യാസം, IELTS, OELTS, അങ്ങനെ MBA, BBA ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വപ്നമായിട്ട് കാണുന്നത് എനിക്ക് UK ഒരു ജോലി വാങ്ങണം, കാനഡയിൽ ജോലി വാങ്ങണം, അമേരിക്കയിൽ ജോലി വാങ്ങണം, അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ വളരെ സാമ്പത്തിക ശേഷി കിട്ടുന്ന രീതിയിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടി ഉയർന്ന ജോലി കിട്ടുന്ന രീതിയിൽ ഒരു ജോലി സമ്പാദിക്കണം. എന്നാൽ ഇതായിരുന്നു നമ്മുടെ മനസ്സിലെ ഉദ്ദേശവും പദ്ധതിയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ വിവിധ കോഴ്സുകൾ, സാൻ ജോസ് അക്കാദമികൾ, നമ്മുടെ ജർമ്മൻ ഭാഷാ പഠനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലോകത്തിന് ആവശ്യമില്ലാത്ത വിധം, പ്രത്യേകിച്ചും ലണ്ടൻ, കാനഡ, അമേരിക്ക, അവിടെ നിന്നും ആളുകളെ പുറന്തള്ളുന്നു. നമ്മൾ വാർത്ത കേൾക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ കണ്ട സാമ്പത്തിക ശേഷി, വലിയ ഉയർന്ന ശമ്പളം, വലിയ ഉയർന്ന പദവികൾ, നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ നേടുന്ന ആ മനുഷ്യൻ്റെ അഹങ്കാര ചിന്തകൾ, അതെല്ലാം തകർന്നടിഞ്ഞ് എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ശൂന്യമാകുന്ന അവസ്ഥയിലേക്ക് ലോകം മാറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് വാർത്തകളിൽ നമ്മൾ കേൾക്കുകയാണ്. പ്രത്യേകിച്ചും UK പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ കാണാം, അവിടുത്തെ ജനത്തിനെതിരായി, പുറത്തുനിന്ന് വന്ന മറ്റ് വിദേശ രാജ്യങ്ങളിൽ വന്നവർക്കെതിരായി അവിടുത്തെ ജനം നമ്മൾ കണ്ടു. കാനഡ പോലുള്ള രാഷ്ട്രങ്ങൾ, അവിടെ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ലോകം കണ്ടതാണ്. അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും വിദേശത്തുള്ള വന്നിരിക്കുന്ന എല്ലാ ആളുകളെയും കയറ്റിവിടുന്നു. ഇന്ത്യയിലേക്ക് പോലും ആളുകളെ കയറ്റിവിട്ടത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെയെല്ലാം സംഭവിക്കുന്ന ഒരു സത്യമെന്ന് പറയുന്നത്, ജനത്തിനെതിരായും രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും എന്ന ഒരു വചനമാണ്. ഇനി രണ്ടാമത് നമ്മൾ കാണുന്നൊരു വചനം, അതുപോലെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലാണ് നമ്മുടെ ധാരാളം ആളുകൾ, ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഗൾഫ് രാഷ്ട്രങ്ങളിലെത്തി ജോലി ചെയ്യുന്നവർ നമുക്കറിയാം. പ്രിയ സഹോദരങ്ങളെ, ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഗൾഫ് മേഖലകൾ എന്നേക്കുമായി സ്തംഭിക്കാൻ പോവുകയാണ്. വിമാന സർവീസുകൾ നിന്നുപോകും. അവിടെ നിന്നുള്ള ആളുകൾക്ക് ഇങ്ങോട്ടോ, ഇവിടെ നിന്നുള്ള ആൾക്ക് അങ്ങോട്ടോ പോകാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ കൺമുമ്പിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവശക്തനായ ദൈവം നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, നമ്മുടെ വാർക്ക് വീടുകളെക്കുറിച്ച്, നമ്മുടെ കാറുകളെക്കുറിച്ച്, നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ച്, നമുക്ക് വിദേശത്ത് കിട്ടിയ ശമ്പളത്തെക്കുറിച്ച്, നമുക്ക് അവിടെയുള്ള ക്വാളിഫിക്കേഷനെ കുറിച്ച്, നമ്മൾ തിരിച്ച് നാട്ടിൽ വരുമ്പോഴുള്ള നമ്മുടെ അഹങ്കാരത്തെക്കുറിച്ച് ഒക്കെ വ്യക്തമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനത്തിൽ സർവശക്തനായ ദൈവം ഈ സംഭവം വർഷങ്ങൾക്ക് മുമ്പേ അല്ല, യുഗങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മതാധ്യക്ഷവർക്കോ നമ്മുടെ സഭാ നേതൃത്വത്തിനോ ഒന്നും ഇത് ബുദ്ധിയിൽ ബോധം തെളിഞ്ഞില്ല. അത് കർത്താവ് എഴുതി വെച്ചിട്ട് വചനം ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ്. ഇനി നമ്മൾ ലോണൊക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നേഴ്സിംഗ് കോളേജ് വിദ്യാഭ്യാസം, നേഴ്സിംഗ് സംവിധാനമൊക്കെ തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം തീർന്നു. നമുക്ക് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി 8 ലക്ഷം 10 ലക്ഷം എടുത്ത് പഠിക്കാവുന്നവർ ലോൺ എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ലോൺ തിരിച്ചടയ്ക്കാനും പറ്റാത്തത് നമ്മൾ കെണിയിൽ പിടിക്കുകയാണ്. ആ കെണി എങ്ങനെയാണ് ഈശോ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. റോമാക്കാർക്കിൽ നിന്നും 8-ാം അധ്യായം അതിൻ്റെ 19 ദിനം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് കർത്താവ്, നമുക്ക് സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു, അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടുമിരിക്കുന്നു. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. എന്താണ് സൃഷ്ടപ്രപഞ്ചം? സൃഷ്ടപ്രപഞ്ചം എന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത്
പ്രപഞ്ചം അഥവാ സൗരയൂഥം, അവിടെയുള്ള എല്ലാ ഗ്രഹങ്ങളും, ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, മറ്റ് ഗ്രഹങ്ങൾ. അപ്പോൾ ആ ഗ്രഹങ്ങൾ അതെല്ലാം സൃഷ്ടപ്രപഞ്ചമാണ്. ആ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ദൈവത്തിൻ്റെ മക്കളായ വരമുള്ള പ്രവാചകങ്ങളിൽ കൂടെ പഴയ നിയമ കാലഘട്ടം മുതൽ ഏഷ്യാ പ്രവാചകൻ മുതൽ ഇങ്ങോട്ട് പോന്നാൽ ഓരോ ഏഷ്യാ പ്രവാചകൻ, ജെറമ്യാ പ്രവാചകൻ, അവിടെ നിങ്ങൾ പോകുന്ന ഓരോ പ്രവാചകനും ഏറ്റവും അവസാനമായിട്ട് പ്രവചിച്ച സർവ്വശക്തനായ ഈശോ, അതിനുശേഷം അപ്പസ്തോലന്മാരിൽ കൂടെ പ്രവചിച്ചു അപ്പസ്തോലന്മാരാകുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ കൂടെ എല്ലാം സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ, അതായത് ഈ പ്രപഞ്ചം ശൂന്യമാണെന്നും ഇതിനകത്ത് നമ്മൾ പ്രപഞ്ചത്തിന്, നമ്മുടെ ജീവിത രീതികൾക്ക്, നമ്മുടെ സമ്പത്തിന്, നമ്മുടെ വിദ്യാഭ്യാസത്തിന്, നമ്മുടെ പണത്തിന്, സ്ഥാനമാനങ്ങൾക്ക് വില നൽകേണ്ടതില്ലെന്നും അത് വ്യർത്ഥതയാണ്. വ്യർത്ഥത എന്ന വാക്കിനർത്ഥം അർത്ഥശൂന്യത എന്നല്ല, പൊയ്മുഖം എന്നാണ് അതിൻ്റെ യഥാർത്ഥ വിശുദ്ധ ഗ്രന്ഥത്തിലെ വ്യാഖ്യാന തല അർത്ഥം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ വിദ്യാഭ്യാസമൊക്കെ നേടി നേഴ്സൊക്കെ ആയി ജോലി ചെയ്ത് നമ്മൾ UK-യിലാണ്, അവിടെയാണ്, ഇവിടെയാണെന്നൊക്കെ ചിന്തിക്കും. അതൊക്കെ എന്താണെന്നാണ് ദൈവം അർത്ഥമാക്കുന്നതെന്ന് വ്യർത്ഥം. പൊയ്മുഖമാണ് നമ്മുടെ പൊയ്മുഖം എന്ന് പറഞ്ഞാൽ ഏറ്റവും പാഴ്മുഖം, ഏറ്റവും മൂല്യം കുറഞ്ഞ മുഖം. നമ്മൾ വിചാരിക്കും വലിയ സമ്പത്ത് നേടാം, വലിയ ജോലി നേടാം, വിദേശത്തുള്ളവരല്ലേ, നമുക്ക് ലക്ഷോപലക്ഷം ശമ്പളമുണ്ട്, അതിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ വീട് പണിതിട്ടുണ്ട്, 2 നില വാർക്ക് വീട്, 2 കോടി രൂപ, പിന്നെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ മേടിച്ചിട്ടുണ്ട്, ഇതൊക്കെ എൻ്റെ കഴിവാണ്, ഇതെല്ലാം വിദ്യാഭ്യാസം തന്നതുകൊണ്ടാണ്, ഈ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ്, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. എന്നാൽ സർവശക്തനായ സ്വർഗീയപിതാവ് അഥവാ പരിശുദ്ധാത്മാവ് എഴുതി വെച്ച വചനമാണ് സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നു, അത് വ്യർത്ഥതയ്ക്ക് എളുപ്പപ്പെട്ടിരിക്കുന്നു. വ്യർത്ഥം എന്ന വാക്കിനാണ് പൊയ്മുഖമാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പൊയ്മുഖം ഇനി തെളിയുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോവുകയാണ്, നമുക്ക് നഷ്ടം സംഭവിക്കുകയാണ്. ഞാൻ പഠിച്ചു വന്നത് വെറുതെ ആയിപ്പോയല്ലോ, എനിക്ക് കിട്ടിയ ശമ്പളമൊന്നും ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ, എനിക്ക് കിട്ടിയ ജോലി ഇവിടെ നഷ്ടമായല്ലോ, ഇവിടുന്ന് ജീവൻ രക്ഷിക്കുവാൻ, എൻ്റെ ശരീരത്തെ രക്ഷിക്കുവാൻ ഇവിടുന്ന് ഒന്ന് കയറിപ്പോയാൽ മതിയായിരുന്നു, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ജോലി നഷ്ടമായി, പണമില്ല, സമ്പത്തില്ല, മറ്റുള്ളവർ പരിഗണിക്കുന്നില്ല, അവിടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു, ക്ഷാമങ്ങൾ നേരിടുന്നു, പകർച്ചവ്യാധികൾ നേരിടുന്നു, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, ഈ ലോകത്ത് രക്ഷപ്പെട്ട്, ഈ കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും UK നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം നാടായ ഇന്ത്യയിലേക്കോ കേരളത്തിലേക്കോ വന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന സമയം അടുത്തെത്തി. അതുകൊണ്ടാണ് നാം കണ്ണിൽ കാണുകയാണ് പ്രിയപ്പെട്ടവരെ, UK, നമ്മുടെ യുണൈറ്റഡ് കിങ്ഡം, ലണ്ടനിൽ നിന്നും ആളുകൾ പലായനിച്ചെന്നു മാത്രമല്ല അവിടുത്തെ ജനത്തിനെതിരായി തിരികുകയാണ്. വലിയ ആഭ്യന്തര കലാപങ്ങൾ, വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ, ജനം ബോധവൽക്കരിക്കപ്പെടുകയാണ്. വിദേശത്തു നിന്ന് വന്നവർ ആ രാജ്യം കൈയടക്കുന്നതും അവിടുത്തെ ജോലി മറ്റുള്ളവർക്ക് നഷ്ടമാകുന്നതും അവരുടെ സമ്പത്തിനെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് അവിടെ നമ്മുടെ അസ്വസ്ഥകൾ കൊണ്ട് അവിടെ കൊടുക്കുന്നതും അവരുടെ സ്വൈര ജീവിതം നഷ്ടമാകുന്നതും ഒക്കെ കർത്താവ് കണ്ടിട്ട് വർഷങ്ങൾക്ക് മുമ്പേ, യുഗങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചു. കർത്താവ് എന്താണ് എഴുതി വെച്ചതെന്ന് അറിയാമോ? അവിടെ ജനത്തിനെതിരായും രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു. ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ മക്കൾ വെളിപ്പെടുത്തിയത് എന്താണ്? ദൈവമക്കൾ വെളിപ്പെടുത്തിയത് സൃഷ്ടപ്രപഞ്ചത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്താണ്? പ്രപഞ്ചത്തെ മൊത്തമായിട്ടുള്ള വെളിപ്പെടുത്തൽ എന്താണ്? അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്നത്. ഒന്നാമത്തെ വെളിപ്പെടുത്തലാണ് സൂര്യൻ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന സൂര്യൻ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് അല്ലേ? നമുക്കറിയാം, ഇപ്പോൾ ഇരുട്ടാണെങ്കിൽ എന്താണ്? പകലുണ്ടായിരുന്നുകൊണ്ടാണ് ഇരുട്ടാണെങ്കിൽ എന്താണ്? പകൽ വരും. പകലാണെങ്കിൽ നമുക്കറിയാം കുറച്ച് കഴിയുമ്പം ഇരുട്ട് വരും. അത് സൂര്യൻ്റെ പ്രത്യേകതയാണ്. അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ പിതാവായ ദൈവം തൻ്റെ പ്രവാചകന്മാരുടെ കർത്താവ് പറഞ്ഞു, സൂര്യൻ ഇല്ലാതാകും, സൂര്യൻ കത്തിച്ചാമ്പലായി പോകും, സൂര്യൻ ഇരുണ്ടു പോകും, സൂര്യൻ എന്നേക്കും ഇല്ലാതെയാവും. സൂര്യൻ ഇല്ലാതെ ആവുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ? ന്യായമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനുള്ള ഉപകരണമുണ്ടോ? അല്ലെങ്കിൽ സൂര്യനെ നശിപ്പിക്കാൻ പറ്റുമോ? അതില്ലാതാക്കാൻ പറ്റുമോ? അത് എത്രയോ യുഗാന്തരങ്ങളായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നു, അതില്ലാതാവും. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ, പ്രവാചകന്മാർ, പ്രത്യേകിച്ച് ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ കർത്താവാണ്, അന്ന് നട്ടുച്ചയ്ക്ക് ഞാൻ സൂര്യനെ അന്ധകാരത്തിലാഴ്ത്തും, അന്ന് മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കും. കർത്താവ് എഴുതി വെച്ചുകൊണ്ട്. അപ്പോൾ പ്രവാചകന്മാർ പറയുന്നത് ദൈവം സൃഷ്ടിച്ച ഈ കണ്ണുകൊണ്ട് കാണുന്ന ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന ഈ സൂര്യൻ എന്നേക്കും നിലനിൽക്കും. ഇനി അങ്ങനെയൊരു സൂര്യൻ ഇല്ലാത്തൊരവസ്ഥ വരുന്ന പ്രശ്നമേ ഇല്ല. സൂര്യൻ എന്ന് പറയുന്നത് ഉള്ളിടത്തോളം കാലം ഭൂമി ഉണ്ടാകും, ഭൂമി ഉള്ളിടത്തോളം കാലം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടാകും, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉള്ളിടത്തോളം കാലം നമുക്ക് അമേരിക്കയിലും ചൈനയിലും റഷ്യയിലും UK-യിലും കാനഡയിലും ജോലി കിട്ടും. അങ്ങനെ ജോലി കിട്ടിയാൽ എൻ്റെ ഈ എല്ലാ പ്രദർശനങ്ങളും, എൻ്റെ ശാരീരിക മാനസിക
എല്ലാ അഹങ്കാരത്തിൻ്റെ പ്രദർശനങ്ങളും നടത്തി ഞാനാണ് കേമൻ, ഞാനാണ് കേമി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് സമ്പന്നതയോടെ സമ്പത്തോടെ നിലനിൽക്കാം. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ മൂല്യം. എൻ്റെ യേശു ക്രിസ്തുവിനേക്കാൾ മൂല്യം എൻ്റെ ജോലിക്കാണ്. എൻ്റെ വിശുദ്ധ കുർബാനയേക്കാൾ മൂല്യം എൻ്റെ ജോലിക്കാണ്. എൻ്റെ നാടിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ കാനഡയാണ്. എൻ്റെ വീട് പണിയേക്കാൾ എനിക്കിഷ്ടം എൻ്റെ അമേരിക്കയിൽ ജോലി സമ്പാദിക്കുന്നതാണ്. എൻ്റെ മാതൃഭാഷയേക്കാൾ എനിക്കിഷ്ടം ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. എൻ്റെ ജീവിത ശൈലിയേക്കാൾ എനിക്കിഷ്ടം അമേരിക്കൻ ശൈലിയാണ്. എൻ്റെ ജീവിതം തകർന്നാലും കുഴപ്പമില്ല, ഭർത്താവിന് ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വന്നാലും എനിക്ക് വിദേശ ജോലിയാണ് ഇഷ്ടം. ഇങ്ങനെ തൻ്റെ ജീവനേക്കാൾ, ജീവിതത്തെക്കാൾ, തൻ്റെ സമ്പത്തിനേക്കാൾ, ആത്മീയ സമ്പത്തിനേക്കാൾ, ആത്മീയ മൂല്യത്തെക്കാൾ, സഭയേക്കാൾ, കുടുംബജീവിതത്തെക്കാൾ പ്രാധാന്യം കൊടുത്ത നമ്മൾ കണ്ടെത്തിയ സഭയും നമ്മൾ കണ്ടെത്തിയ ജോലിയും നമ്മൾ കണ്ടെത്തിയ സമ്പത്തിൻ്റെ മേഖലകളും ഇതാ നഷ്ടമായി നാം ശൂന്യമാകാൻ പോവുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ഈ കണ്ട സൃഷ്ടപ്രപഞ്ചം പോലും മാറ്റപ്പെടും. രണ്ടാമത്തെ പ്രവചനം ഏതായിരുന്നു? ചന്ദ്രനാണ്. ചന്ദ്രൻ രക്തമയമായി മാറുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ട് എഴുതിയിരിക്കുന്ന വെളിപാട് ഗ്രന്ഥത്തിലാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിലുണ്ട്, സൂചിപ്പിച്ചു പോവുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട വചനമായിട്ട് പറയാണ് പ്രിയപ്പെട്ടവനെ. അപ്പോൾ കർത്താവിൻ്റെ സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തൽ എന്താണ്? പ്രപഞ്ചത്തിൽ കണ്ണുകൊണ്ട് കാണുന്നെല്ലാം അപ്രത്യക്ഷമാകും. ഭൂമി അപ്രത്യക്ഷമാകും, അത് കത്തിച്ചാമ്പലാകും. സൂര്യൻ ഇല്ലാതെയാകും, ചന്ദ്രൻ കത്തിച്ചാമ്പലാകും. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ വെളിപ്പെടുത്തുന്നത്, നിങ്ങൾ കണ്ണുകൊണ്ട് എന്തൊക്കെ കാണുന്നോ അതെല്ലാം ഇല്ലാതെയാകുന്ന സമയമെടുത്ത് സൃഷ്ടപ്രപഞ്ചം പോലും, പ്രപഞ്ചത്തിലെ ഒരു സംഭവമാണല്ലോ സൂര്യനും ചന്ദ്രനും, പിന്നെ നമ്മൾ അധിവസിക്കുന്ന ഭൂമി, ഇതൊക്കെ കണ്ണുകൊണ്ട് കാണാവുന്നതാണ്. ഇതെല്ലാം ഇല്ലാതെയാകും, കത്തിച്ചാമ്പലാകും എന്ന് പറഞ്ഞ കർത്താവ് ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു. എന്താണ് ഈ ആകാംക്ഷ? ആകാംക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഇപ്പോൾ സംഭവിക്കും എന്ന് കണക്കൂട്ടി നമ്മളിരിക്കുന്നതല്ല. തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്, ഒരുക്കപ്പെട്ടിരിക്കുന്നത്, ശരിയായിട്ടിരിക്കുന്നത്, ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് അതിനർത്ഥം ആകാംക്ഷ. ഉടനെ നമുക്കറിയാം, ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഒരു തൃശ്ശൂർ പൂരം നടക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ട് തമ്മിൽ പരിപാടിയുണ്ട്. ഈ വെടിക്കെട്ട് എന്ന പരിപാടി നടക്കുന്നതിന് ഒരു അരയേക്കർ സ്ഥലം മുഴുവനും ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിൽ ഈ വെടിക്കെട്ടിൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ട് ഇങ്ങനെ നിരത്തി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചുറ്റും നിൽക്കുന്ന രാജ്യങ്ങൾ, ജനങ്ങൾ, അതിൻ്റെ ക്യാമറ കണ്ണുകളൊക്കെ വെച്ച് ലോകത്തിന് വിവിധ ഭാഗങ്ങളിലിരുന്ന് കാണുന്നവർ എല്ലാവരും എന്താ ഇരിക്കുന്നത്? ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ ആകാംക്ഷപൂർവ്വം ജനങ്ങൾ കാത്തിരിക്കുമ്പോൾ അവിടെ എന്താണ്? അവിടെ തയ്യാറാക്കപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. ഈ തയ്യാറാക്കപ്പെട്ട സംഭവത്തിൻ്റെ ബാക്കിയാണ് ഈ ആകാംക്ഷ വരുന്നത്. അതാണ് ഇത് ശരി. അപ്പോൾ ഗ്രൗണ്ടുകളിൽ ഇങ്ങനെ വിവിധ രീതിയിലുള്ള വെടിക്കെട്ട് സാധനങ്ങൾ ഇങ്ങനെ ഒരുക്കി ലൈനായിട്ട് വെച്ചിരിക്കുകയാണ്. അതിനെയാണ് മനുഷ്യൻ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ആ കണ്ണുകൊണ്ട് കാണുന്ന ആ വസ്തുക്കളെല്ലാം കുറച്ച് സമയം തീ പിടിക്കുമെന്തായി? അതെല്ലാം പ്രകാശങ്ങളായി മാറി, ശബ്ദങ്ങളായി മാറി, മറ്റൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടത്. അതുകൊണ്ട് ആകാംക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് ഉടൻ സംഭവിക്കാനിരിക്കുന്നതെന്നല്ല, തയ്യാറാക്കപ്പെട്ടത്. അതായത് ഭൂമി മുഴുവനും കത്തിച്ചാമ്പലാകാൻ തക്കവിധം തയ്യാറാക്കപ്പെട്ട ആണവ സ്ഫോടനങ്ങൾ നടക്കാൻ ഭീമാകാരമായ ആണവ ആയുധങ്ങൾ തയ്യാറാക്കപ്പെട്ട് നിരത്തി വെച്ചു കഴിഞ്ഞു. ആ പശ്ചാത്തലം നമ്മുടെ കൺമുമ്പിൽ എത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടു വന്നത്. വ്യർത്ഥത എന്ന് പറഞ്ഞാൽ പൊയ്മുഖം. എനിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുണ്ട്, ഞാൻ അമേരിക്കയിലാണ്, ഞാൻ കാനഡയിലാണ്. ഇതാ നമ്മുടെ കാനഡയൊക്കെ തീർന്നു, നമ്മുടെ UK ഒക്കെ തീർന്നു, അമേരിക്ക നാളെ കയറ്റിവിടുന്നു. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നമ്മുടെ തള്ളിക്കയറ്റം നിന്നുപോകുന്നു. നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതിന് ലോൺ എടുത്തുമൊക്കെ നമ്മൾക്ക് അടയ്ക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെ നാം വ്യർത്ഥത, പൊയ്മുഖത്തിന്, നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകുന്ന പൊയ്മുഖത്തിന് നാം അടിമപ്പെട്ടു പോവുകയാണെന്ന് കർത്താവ് പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 19 കർത്താവ് പറയാണ്, സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷപൂർന്നെടുത്ത് തയ്യാറാക്കി കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു, പൊയ്മുഖത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് കർത്താവ് പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്, സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ അടുത്ത വചനം. സൃഷ്ടി എന്ന് പറയുന്നത് പ്രപഞ്ചം പോലും ജീർണത എല്ലാ പ്രപഞ്ച വസ്തുക്കളും, ഇപ്പോൾ സൂര്യനാണെങ്കിലും ജീർണത ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇല്ലാതെയാവും. ചന്ദ്രന് ജീർണതയുണ്ടാവും, ചന്ദ്രൻ നശിച്ചു പോകും. ഭൂമി ജീർണതയുണ്ടാവും, ഭൂമി നശിച്ച് അത് തീഗോളമായിട്ട് മാറും. അതിൽ മരങ്ങൾ, മനുഷ്യൻ, ജീവിതം, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, പ്രപഞ്ചം, അങ്ങനെ സൃഷ്ടപ്രപഞ്ചം മുഴുവനും
ജീർണതയ്ക്ക്, അതായത് നാശത്തിന്, അതായത് ശൂന്യതയ്ക്ക്, അതായത് മാറ്റപ്പെടലിന്, സൃഷ്ടപ്രപഞ്ചം ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമാവുകയും, അതായത് എല്ലാ പ്രപഞ്ച വസ്തുക്കളും നശിക്കുകയും ഇല്ലാതാവുകയും ചീഞ്ഞു പോവുകയും ശൂന്യമാവുകയും മരണത്തിന് വിധേയമാവുകയും ജീർണത അനുഭവിക്കുകയും ചെയ്യും. അങ്ങനെ അനുഭവിച്ചുകൊണ്ട് ആ അടിമത്തിൽ നിന്ന് മോചിതമാകുന്ന എന്നേക്കുമായി ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്, ഒരു മരണമില്ലാത്ത അവസ്ഥയിലേക്ക്, ഒരു ജീർണതയില്ലാത്ത അവസ്ഥയിലേക്ക്, ഒരു പുതുയുഗത്തിലേക്ക്, ഒരു പുതുജീവൻ വസിക്കുന്ന സ്ഥലത്തേക്ക്, ഒരു നിത്യജീവൻ്റെ സ്ഥലത്തേക്ക്, ആദ്യത്തെ അവസ്ഥയിൽ നിന്നും ജീർണാവസ്ഥയിൽ നിന്നും മാറ്റപ്പെട്ട് പുതിയ അവസ്ഥ, ജീർണതയില്ലാത്ത, മരണമില്ലാത്ത, അശുദ്ധിയില്ലാത്ത, നാശമില്ലാത്ത, നിത്യതയുള്ള, ദൈവത്തോട് ചേർന്നുള്ള, യേശുവിനോട് ചേർന്നുള്ള ആ സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്ന കർത്താവാണ്. ദൈവ മക്കളുടെ സ്വാതന്ത്ര്യം. ആരാണ് ഈ ദൈവമക്കൾ? ആരാണ്? പിതാവായ ദൈവത്തിൻ്റെ, പുത്രനായ യേശുവിൻ്റെ, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ, ത്രിയേക ദൈവത്തിൻ്റെ മക്കളായ നമ്മെ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത്, സ്വന്തം രക്തം ചിന്തി പാപത്തിനും തിന്മയിൽ നിന്നും വീണ്ടെടുത്ത്, മരണത്തെ സ്വന്തം ശരീരത്തിൽ ആവഹിച്ച് അതിൻ്റെ വേദനയും പീഡയും സഹിച്ച് ഈ ലോകത്തിലെ ജനത്തിന് നിത്യജീവനും നിത്യരക്ഷയും മരണമില്ലാത്ത അവസ്ഥയും നിത്യജീവൻ്റെ സ്വർഗരാജ്യമുണ്ടെന്ന് കാണിച്ചു തന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ നിന്ന് പോയി വീണ്ടും തിരിച്ചു വന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ പശ്ചാത്തലത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, സൃഷ്ടി ജീർണരുടെ അടിമത്തിൽ നിന്ന് മോചിതമാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മാറ്റപ്പെടാൻ പോവുകയാണ്. ഈ പ്രപഞ്ചം ഇല്ലാതെയാകുമ്പോൾ അതിൻ്റെ അന്തിമ യുദ്ധത്തിലേക്ക് ലോകം കാലെടുത്തു വെക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലങ്ങൾ ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ആക്രമിക്കാൻ വരുന്നവരെ അവർ തിരിച്ചാക്രമിക്കുന്നു. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ആക്രമിച്ചവരെ തിരിച്ചാക്രമിക്കുന്നു. ഇത് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഗോഗമാഗോ അഥവാ രണ്ട് ചേരിയായി ലോകം രൂപപ്പെട്ടു കഴിഞ്ഞു. അന്തിമ യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടക്കുന്നു. ലോകം കാത്തു നിൽക്കുന്നു. അങ്ങനെ ഇനിയൊരു ആഗോള മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിലേക്ക് കാലെടുത്ത് വെച്ച് ഈ കാലഘട്ടത്തിൽ കർത്താവിനാണ് ഈ സൃഷ്ടപ്രപഞ്ചത്തെ തന്നെ ഞാൻ എന്നേക്കുമായി മാറ്റിക്കളയും. അതുകൊണ്ട് കർത്താവിനാണ് സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവ മക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. എല്ലാ സൃഷ്ടപ്രപഞ്ചം, മനുഷ്യരാണേലും ജീവികളാണേലും ജന്തു സസ്യങ്ങളാണേലും എല്ലാ വസ്തുക്കൾക്കും അറിയാം ഇത് മാറ്റപ്പെടുമെന്നും മറ്റൊരു അവസ്ഥയിലേക്ക് തൻ്റെ അവസ്ഥ, അതൊരു കല്ലാണെങ്കിൽ രത്നമായിട്ട് മാറും, ഒരു കടലാണെങ്കിൽ അതെന്തായിട്ട് മാറും? അത് മഴവില്ലായിട്ട് മാറും. ഈ ഭൂമിയിലെ മനുഷ്യൻ എന്തായി മാറും? മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നവരായിട്ട് പുതിയൊരു ആത്മശരീരമായിട്ട് മാറും. അങ്ങനെ എല്ലാ വസ്തുക്കളും, സൂര്യൻ ഇല്ലാതാകുമ്പോൾ നീതിയുടെ സൂര്യൻ ഉദിക്കും, ചന്ദ്രൻ ഇല്ലാതാകുമ്പോൾ സഭ എന്ന ആ സ്ഥാനം അത് ഏറ്റെടുക്കും. അങ്ങനെ എല്ലാ കാര്യത്തിലും ഈ ഒരു പ്രപഞ്ചം നീക്കപ്പെടുകയും സൃഷ്ടി പൂർണ്ണതയിലേക്ക്, മരണമില്ലാത്ത അവസ്ഥയിലേക്ക്, ജീർണതയില്ലാത്ത അവസ്ഥയിലേക്ക് നീക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടം എത്തിയതുകൊണ്ടാണ് ഇത്രമാത്രം ഊന്നി ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മൾ ഇത്രയും കാലം നമുക്കിതൊന്നും സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ ഒരു യോഗ്യതയില്ലായിരുന്നു. ഇത്രയും കാലം സംഭവിക്കുന്നത് വിശ്വസിക്കാൻ തക്ക യന്ത്രങ്ങൾ, അതിൻ്റെ ആണവ സ്ഫോടനം നടത്താനുള്ള സംവിധാനങ്ങൾ, ആണവ മിസൈലുകൾ സൃഷ്ടിക്കപ്പെടാതിരുന്ന ഏകദേശം ഒരു 50-100 വർഷങ്ങൾക്ക് മുമ്പ് ഈ വചനം നമ്മൾ ആരെങ്കിലും വ്യാഖ്യാനിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്താൽ അതാർക്കും അത്ര ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഈ പറഞ്ഞ സംഭവത്തെ, ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ തക്ക വിധമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കപ്പെട്ട കാലത്തിലാണ് നാം ഈ വചനം ശ്രവിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്, പഠിക്കുന്നത്. അപ്പോൾ ഒരു മരണമില്ലാത്ത യുഗം, പുതുയുഗം വരാൻ കാലമായി. അത് ആഗോള യുദ്ധത്തിലൂടെ, ലോകത്തിൻ്റെ നാശത്തിലൂടെ, പ്രപഞ്ചത്തിൻ്റെ ഇല്ലായ്മയിലൂടെ സംഭവിക്കുമെന്നും അതിന് മനുഷ്യന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആ ചിന്ത, ഇന്നും മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ ഈ വ്യർത്ഥതയ്ക്ക് മനുഷ്യൻ ഇഷ്ടമാണ്. മനുഷ്യൻ എല്ലാവിധ വ്യർത്ഥതയും ഇഷ്ടത്തോടെ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും വലിയ നാശം അനുഭവിക്കുന്നത്, നാശം മനുഷ്യൻ കാണുന്നതും അനുഭവിക്കാൻ പോകുന്നതും സമ്പത്തിൻ്റെ നഷ്ടമാണ്. അതിനായിട്ട് ജോലിയുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, സാമ്പത്തിക മേഖലകൾ ശൂന്യമാകുന്നു, ജോലി ലഭിക്കാതെ വരുന്നു, ശമ്പളം കിട്ടാതെ വരുന്നു, കിട്ടിയ ശമ്പളം ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു, വിമാന സർവീസിൽ നിന്നു പോകുന്നു, മറ്റ് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളെല്ലാം ശൂന്യമാകുന്നു, പെട്രോൾ ഡീസലുകൾ അപ്രത്യക്ഷമാകുന്നു, സാമ്പത്തിക സ്രോതസ്സുകൾ ശൂന്യമാകുന്നു, മനുഷ്യൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന സമാധാനം നഷ്ടപ്പെടുന്നു, സഭയ്ക്ക് ക്ഷതമേൽക്കുന്നു, സഭയില്ലാതെയാകുന്നു. അങ്ങനെ 100 പ്രശ്നങ്ങൾ മനുഷ്യന് മുമ്പിലേക്ക് വന്ന ഈ കാലഘട്ടത്തെയാണ് കർത്താവ് പറഞ്ഞത്, അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു, ഏറ്റവും ശൂന്യമായ അവസ്ഥയിലേക്ക്
മനുഷ്യൻ തരം താഴ്ത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് കർത്താവ് പറയുന്നത്. അതാണ് വ്യർത്ഥത അഥവാ പൊയ്മുഖം അഥവാ ശൂന്യത. മനുഷ്യൻ ഏറ്റവും ശൂന്യമാകാൻ പോകുന്ന അവസ്ഥയിലേക്ക് ലോകം എത്തപ്പെട്ടു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾ ശ്രമിക്കും. ദൈവമക്കൾക്ക് ഒരിക്കലും മരണമില്ല. മരണം ഭൂമിയിലാണ്, സ്വർഗത്തിൽ മരണമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതത്തിന് ദൈവമക്കളെ കൂട്ടിക്കൊണ്ടു പോകുന്ന സംവിധാനമാണ് ഇനി വരാൻ പോകുന്നത്. ആ പശ്ചാത്തലം ഒരുങ്ങുന്നതിന് വേണ്ടി നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന് കൂടെ വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുവചനം, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും. എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു എന്ന വചനത്തെ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് പറയാണ്, മക്കളെ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വരും. ആ വരവിൻ്റെ ഒരുക്കം ഭൂമിയിൽ സംഭവിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരുക്കവും തയ്യാറെടുപ്പ് നടന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ഇങ്ങ് എത്തി, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ തന്നെ ഇങ്ങ് എത്തുകയാണ്. നാളെ ഇത് നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരുങ്ങുവാനോ പെട്ടെന്ന് ഈശോയോട് പോകാനോ മരണത്തെ അതിജീവിക്കുവാനോ ദൈവമക്കളെപ്പോൾ രൂപാന്തരപ്പെടുവാനോ സാധിക്കുകയില്ല. അതിനാൽ ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തന്നെ ഇതിന് ഒരുക്കം നടക്കണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നാം നെട്ടോട്ടമോടുന്ന സമയമാണ്. പക്ഷേ നാം ആരും ഒരിടത്തേക്കും ഓടുന്നില്ല. നമുക്കിതിലൊന്നും വിശ്വാസമില്ല, വിശുദ്ധിയില്ല. ഇന്ന് എറണാകുളത്തൊരു സഹോദരി വിളിച്ചു. ആ സഹോദരി ഈ ക്ലാസ് കേട്ടു. ആ സഹോദരിക്ക് കുറേ കാലഘട്ടം മുമ്പ് മുതൽ കുറേയേറെ ബോധ്യങ്ങൾ ഈശോയുടെ വരവുടനെ ഉണ്ടെന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. ആ സഹോദരിക്ക് രാത്രിയിൽ സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു. പലതും ആണവ ബോംബുകൾ വീണ് പൊട്ടുന്നൊക്കെ ആ സഹോദരി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്വപ്നമാണല്ലോ എന്ന് വെച്ചാൽ തള്ളിക്കളിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ക്ലാസ് കേൾക്കുന്നത്. അത് സത്യമാണല്ലോ എന്ന് ആ സ്ത്രീക്ക് ബോധ്യം വന്നു. പക്ഷേ അത് അവരുടെ പള്ളിയിലും അവരുടെ അച്ഛന്മാരോടും സുഹൃത്തുക്കളോടും ഒക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ കുടുംബത്തിൽ പറയാൻ തുടങ്ങി, അയൽപക്കത്ത് പറയാൻ തുടങ്ങി, ഇടവയിൽ പറയാൻ തുടങ്ങി. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അവരെ ഒറ്റപ്പെടുത്തി. ആരും വിശ്വസിക്കുന്നില്ല, നിങ്ങൾക്ക് സുഖമില്ല, നിങ്ങൾ സുഖമില്ലാത്ത വാർത്തയാണ് പറഞ്ഞുകൊണ്ട് അവരെ അവഗണിച്ച് പുച്ഛിച്ചു തള്ളി എന്ന് ആ സഹോദരി പറയണ്ടായി. അപ്പോൾ ആ സഹോദരി പറയുകയാണ്, ഇതൊന്നും ആർക്കും വിശ്വാസയോഗ്യമല്ല. ഇതെപ്പോഴാണ് വിശ്വാസയോഗ്യമാകുന്നത്? ഇത് നമ്മുടെ തൊട്ടുമുമ്പിൽ അണുബോംബ് വീഴുമ്പോഴോ, അല്ലെങ്കിൽ തൊട്ടുമുമ്പിൽ നിൽക്കുന്ന ആൾ മരിച്ചു വീഴുമ്പോഴോ, അല്ലെങ്കിൽ എൻ്റെ ശിരസിൽ നിന്നും രക്തം വാർന്നൊഴുന്ന രീതിയിൽ യുദ്ധത്തിൽ ഞാൻ നശിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് ബുദ്ധിയും ബോധവും തെളിയുള്ളൂ. എന്നാൽ കർത്താവ് പറയാണ്, മുന്നറിയിപ്പ് എന്ന രീതിയിൽ പറയാണ്, സൃഷ്ടപ്രപഞ്ചം പോലും മാറ്റപ്പെടും. അത് വ്യർത്ഥതയുടെ കീഴിലാണ് എന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യതയുടെ മാത്രമല്ല, അത് പൊയ്മുഖത്തിന് കീഴിലാണ്. അത് കർത്താവിൻ്റെ സൃഷ്ടി എല്ലാ ജീർണതയുടെയും നിന്ന് മോചനം നേടി ഒരു നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രപഞ്ചം പോലും മാറ്റപ്പെടും. അതിനുള്ള കാലഘട്ടം എത്തി എന്ന് പറയുമ്പോൾ ഇത് എത്രമാത്രം ആഴത്തിൽ വിശ്വസിക്കുന്നു, എത്രമാത്രം ശക്തമായിട്ട് ഈ വചനത്തെ ഏറ്റെടുക്കുന്നു, എത്രമാത്രം ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു, അതനുസരിച്ച് തൻ്റെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തി വെച്ചാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഭയപ്പെടാതെ ഈ ലോകത്ത് ജീവിക്കാനും യേശുവിൻ്റെ രണ്ടാം വരവിൽ നിത്യത്തിലേക്ക് എടുക്കപ്പെടുവാനും നമുക്ക് സാധിക്കും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി നമുക്ക് ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പശ്ചാത്തലമെല്ലാം ഭൂമി തയ്യാറാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. നമുക്കറിയാം, ആഗോള യുദ്ധത്തിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും ഭൂമിയിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇനി വലിയ കാലതാമസമില്ല. അത് ആ ഡേറ്റുകളെ, പ്രത്യേകിച്ച് 2027 കാലഘട്ടങ്ങൾ എത്തുമ്പോൾ എന്തു സംഭവിക്കും? ഇത് കറക്റ്റായിട്ട് സംഭവിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് രക്ഷപ്പെടാമായിരുന്നു ചിന്തിച്ചിട്ട് യാതൊരു വിധത്തിൽ രക്ഷയും നമുക്ക് കിട്ടുകയില്ല. ഇപ്പോൾ ഈ സമയത്തെങ്കിലും പെട്ടെന്നൊന്ന് രക്ഷപ്പെടാനുള്ള അവസ്ഥയോ, നമ്മളൊന്ന് ശരിക്കും പശ്ചാത്തപിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് ഒരുങ്ങാനോ ആത്മീയ ഒരുക്കം നടത്താൻ ശ്രമിക്കുന്നവർക്ക് ശ്രമിക്കാം. പ്രത്യേകിച്ചും എൻ്റെ ധ്യാന ക്ലാസ്സുകൾക്ക് താല്പര്യമുള്ളവർക്ക് വേഗം വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് വചനം ശ്രമിച്ച് ഒന്ന് രൂപാന്തരപ്പെടാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ഇപ്പോഴുണ്ട്. എന്നാൽ ഒരു 6 മാസത്തോളം മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊരിക്കലും നിൽക്കുന്ന അനങ്ങാൻ വരെ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവായിട്ട് വരുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കുന്നത് എന്താണ് സ്വർഗമുണ്ടോ, അതിൻ്റെ യാഥാർത്ഥ്യം എന്ത്, അതെന്തെല്ലാം വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കുകയാണ്. ആ പഠിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മളത് യേശുവിൻ്റെ രണ്ടാമത്തെ ഡേറ്റുകൾ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. എളിദാസിനെ കൂടെ നിങ്ങൾ കേട്ടു. അതിൻ്റെ ഒരുക്കം, യേശുവിൻ്റെ വരവിൽ നമ്മൾ എങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് നമുക്ക് അക്കരയ്ക്ക് കർത്താവിൻ്റെ കൂടെ പോകാൻ പറ്റുന്നത്, എന്തെല്ലാം ഒരുക്കമാണ് വേണ്ടത് എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് കേട്ടത്. കർത്താവിൻ്റെ വരവിൻ്റെ ഒരുക്കത്തിൽ പ്രപഞ്ചം പോലും രൂപാന്തരപ്പെടുമെന്നും പ്രപഞ്ചമെല്ലാം മാറ്റപ്പെട്ട് ഒരു മരണമില്ലാത്ത അവസ്ഥയിലേക്ക് പ്രപഞ്ചം പോലും മാറ്റപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അതിനെപ്പറ്റി നമ്മൾ കേട്ടു. അതിലെ പരിശ്രമങ്ങളെ യേശുവിൻ്റെ വരനിട്ട് നമുക്ക് ഒരുങ്ങാൻ ഈ നിമിഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുത്വവും
നമുക്ക് നിത്യവും നൽകട്ടെ. കർത്താവായ യേശു തിരുത്തം നമ്മെ സകല പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും മോചിപ്പിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമാറാകട്ടെ. എൻ്റെ കുടുംബത്തിലെ വേദനകൾ, എൻ്റെ ശരീരത്തിൻ്റെ രോഗാവസ്ഥകൾ, എൻ്റെ കടബാധകൾ, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം, സാമ്പത്തിക ക്ലേശം, മക്കളുടെ വിവാഹം നടക്കാത്ത അവസ്ഥ, ഈ ലോകത്തിലെ വീട് പണിയാൻ പറ്റാത്തതിൻ്റെ അവസ്ഥ, കടബാധ്യതകൾ ഉറച്ച അവസ്ഥ, കേസ് കാര്യങ്ങളുടെ അവസ്ഥ, ഡൈവോഴ്സ് ചെയ്തതിൻ്റെ വേദന, ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന അവസ്ഥ, അവിവാഹിതരുടെ വേദനകൾ എന്നു വേണ്ട ഈ ഭൂമിയിലെ സകല വേദനകളും സകല പ്രശ്നങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ സമർപ്പിച്ച്, യേശുവെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, എൻ്റെ പ്രശ്നങ്ങളിൽ, എൻ്റെ വേദനകളിൽ അങ്ങ് ഇടപെടണമേ, എന്നെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഏതൊരു വ്യക്തിക്കും കർത്താവിൻ്റെ ശക്തമായ യേശു ക്രിസ്തുവിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാവുകയും അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിലേക്ക് ഈ അന്ത്യ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ശക്തമായി ദൃഢപ്പെടുക, ശക്തമായി യേശുവിൻ്റെ അടുത്തേക്ക് വരിക, ശക്തമായ ധ്യാനങ്ങൾ കൂടി വിശുദ്ധി പ്രാപിക്കുക. കർത്താവിൻ്റെ വരേണ്ട ശക്തമായ ഒരുക്കം നമ്മൾ നടക്കുമാറാകട്ടെ. ആമേൻ. അതിനായി നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ഈശോ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.